അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് ചാർജ് എടുത്ത ദിവസം അദ്ദേഹം ഗ്രീൻലാൻഡിനെ പരാമർശിച്ചു. അട്ടോണമസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ഐസ് മൂടപ്പെട്ട് കിടക്കുവാണ് ഏകദേശം 80%. ഇപ്പോൾ വെതർ ചേഞ്ച്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ആർട്ടിക് മേഖലയിൽ ഐസ് ഉരുകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഷിപ്പും കപ്പലും ഒക്കെ ഏകദേശം 40 മണിക്കൂർ ചുറ്റി യൂറോപ്പിലോട്ട് പോകേണ്ട നോർത്ത് അമേരിക്കൻ ഷിപ്മെന്റ് അത് 40 മണിക്കൂർ കുറച്ച് പെട്ടെന്ന് ഐസ് ഉരുകി കഴിയുമ്പോൾ, ആർട്ടിക്കൽ ഐസ് ഉരുകി കഴിയുമ്പോൾ യൂറോപ്പിലോട്ട് പോകാൻ സാധിക്കും. കണക്കുകൂട്ടലാണ് അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രീൻലാൻഡിനെ പറ്റി ബന്ധപ്പെട്ട് 2ഓളം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല സംശയങ്ങൾ ചോദിച്ചു. അമേരിക്കയ്ക്ക് എങ്ങനെ പിടിച്ചെടുക്കാൻ സാധിക്കും, വാടയാണോ കോടയാണോ, ഭയങ്കര കമൻറ്റുകളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ അഡീഷണലായിട്ട് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഗ്ലോബൽ പത്രങ്ങൾ, ഇന്റർനാഷണൽ മീഡിയ, അമേരിക്കൻ മീഡിയയും ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് വാർത്ത എഴുതുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്തൊക്കെയാണ്. ഈ ഹമാസ് ഇസ്രായേലും അതൊരു ഇഷ്യൂവേ അല്ല ഗ്ലോബൽ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്കൻ ടാരിഫാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ. നിങ്ങൾ ഓർക്കേണ്ട സംഭവമാണ്, യൂറോപ്പ് അമേരിക്കക്കെതിരെ ടാരിഫ് പ്രഖ്യാപിച്ചിട്ട് അമേരിക്കൻ വിസ്കിക്കെതിരെ അവർ പറഞ്ഞു ഇപ്പം ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം ചെയ്തു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന യൂറോപ്യൻ. കാരണം യൂറോപ്യൻ വിസ്കി ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്കയിൽ. അമേരിക്ക തിരിച്ച് ടാരിഫ് ചെയ്ത് കഴിഞ്ഞ് അവൻ പെട്ടുപോയി. അതേപോലെ യൂറോപ്പിലെ കാറുകൾ ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്കയിൽ. അതവിടെ നിലനിൽക്കട്ടെ. അപ്പം നമുക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും, ഡെൻമാർക്ക് ഉൾപ്പെടെ, കാരണം ഡെൻമാർക്കിൻ്റെ കൈവശം മാത്രമേ ഉള്ളൂ, ഓട്ടോണമസ് ആണ്, അവർ പോലും നിശബ്ദമായിപ്പോയി. കാരണം ഉക്രൈൻ റഷ്യ ഇഷ്യൂ അത് അമേരിക്കയാണ് ബ്രോക്കർ ചെയ്യുന്ന ഡീല്. അപ്പം അവർ നിശബ്ദമായിട്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടാൻ വയ്യ. അതായത് പഴയ ബൈഡൻ ഇരുന്ന പോലല്ല, ട്രംപ് എന്തും കയറി ചെയ്യും, ഭയം. അപ്പം ഇവിടെ ഇപ്പോൾ അടുത്ത സമയത്തുണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഗ്രീൻലാൻഡ് ഇലക്ഷൻ നടന്നു. അവിടെ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അതായത് മറ്റുള്ള ചെറിയ പാർട്ടികളുമായിട്ട് ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മന്ത്രിസഭ ഉണ്ടാക്കണം. അപ്പം അതിന് എല്ലാ വർഷവും ആ ദ്വീപ് നടത്തുവാൻ വേണ്ടി ഡെൻമാർക്കാണ് സഹായം കൊടുക്കുന്നത്, ഏകദേശം 1.2 ബില്യൺ. അപ്പോൾ ആ അമേരിക്കയുടെ ബേസ് ഉണ്ട് അതിന് സെക്യൂർ ആയിട്ട്. കാരണം അമേരിക്ക അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലേസ് ആണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സംഭവം. അതിന് പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ റയർ എർത്ത് മിനറൽസ് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. അതിൻ്റെ ചുറ്റും LNGയും ക്രൂഡും ഒക്കെ ഉള്ള സ്ഥലമാണിത്. അപ്പം വലിയ പ്രത്യേകതയുള്ള സ്ഥലമാണിത്. അമേരിക്ക ലക്ഷ്യം വെച്ചു. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി വാഷിങ്ടൺ പോസ്റ്റിന് മറ്റു പല പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അമേരിക്ക ഇത് പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വരുന്നു, പിടിച്ചെടുക്കുന്നു, കൊണ്ടുപോകുന്നു, ഞങ്ങളെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബോർഡ് അതേപോലെ ഞാൻ പറയുകയാണ്, ഒരു രാജ്യവും ഞങ്ങൾക്ക് പിന്തുണ തരുന്നില്ല. പിന്തുണയ്ക്കാൻ എല്ലാവരും അമേരിക്കയെ പേടിയാണ്, ട്രംപിനെ പേടിയാണ്. പിന്നെ നേരത്തെ ഈ ഗ്രീൻലാൻഡിനെ റഷ്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ റഷ്യ ഒരു കോൾഡ് വാർ സമയത്തിന് അത് സ്ട്രാറ്റജിക് ആയിട്ടും യുദ്ധപരമായിട്ട് സംഭവങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ സംഭവം റഷ്യ ഒന്നും അല്ലാതായി മാറി. അപ്പം ഇതിനകത്ത് പൂർണ്ണമായിട്ടും ബിസിനസ്സാണ്. അപ്പം ഇതിനെ റൺ ചെയ്യുന്ന ഡെൻമാർക്കിനേക്കാൾ അമേരിക്ക ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ബില്യണേഴ്സായി മാറും. ആകെ 44,000 പേരേ ഉള്ളൂ അവിടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത്. അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അമേരിക്കൻ ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പം അമേരിക്കൻ ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ സിയാറ്റിൽ നിന്നും 3000 കിലോമീറ്റർ ഉള്ളൂ ബൈ എയർ. അപ്പം അവിടെ കിടക്കുന്ന ഈ ദ്വീപിന്, അതായത് ഈ ഗ്രീൻലാൻഡിന് ചുറ്റും അമേരിക്കൻ ബേസാണ്. അമേരിക്ക അവിടെ അവർ സർവേ അങ്ങ് നടത്തി. അപ്പം അതിനകത്ത് 70% ആൾക്കാർക്കും താല്പര്യം അമേരിക്കയുടെ കൂടെ പോകാൻ. കാരണം രാജ്യവും അവിടെ ജനങ്ങളുടെ ലൈഫും ഒക്കെ മാറി കിട്ടും. കാരണം അമേരിക്ക വന്നാൽ മാത്രമേ അവിടെ മൈനിങ് നടത്താൻ പറ്റൂ. കാരണം ഹ്യൂജ് എക്സ്പെൻസായി സംഭവം.
യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് പലതും അവർക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതേപോലുള്ള കോർപ്പറേഷനും അതേ മാൻ പവറും ശരിക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ റെയർ എർത്ത് ആണെങ്കിലും ഈ LNG ആണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാനൊക്കെ, അതുകൊണ്ട് ഇത് അൺടാപ്ഡ് ആണ്. അപ്പൊ അമേരിക്ക വരുവാണെങ്കിൽ ഇതവർ കാര്യമായിട്ട് എടുക്കുക, ജനങ്ങളും ആ സംഭവം രക്ഷപ്പെടും. ഇത് ഞാൻ അന്നത്തെ വീഡിയോ കോട്ട് ചെയ്ത് അതേപോലെ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പൊ JD വാൻസ് അവിടെ പോകുമ്പം ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി പറയാണ്, ഒരു രാജ്യത്തിന്റെ തലവൻ അവിടെ വരുമ്പോൾ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വാ, അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും ഞങ്ങളാണെന്ന് നോക്കുന്നത്. അപ്പൊ JD വാൻസ് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അത്, ഉഷ വാൻസ്, അത് ഇന്ത്യക്കാരി, അവരാണ് ആദ്യം അവിടെ ചെല്ലുന്നത്. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, ട്രംപിന്റെ മകൻ അവിടെ എത്തിയിരുന്നു. കാരണം അമേരിക്കൻ ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് ഇതിനെ അടുപ്പിക്കുക, ഇതിനെ അവരുടെ മറ്റൊരു വലിയൊരു ഇതുമായിട്ട് അമേരിക്കയുടെ പാർട്ടായിട്ട് മാറ്റും. ഒരു കാര്യമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതുമായിട്ട് അനലൈസ് ചെയ്ത് മറ്റ് പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് അമേരിക്ക ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കൂടും. കാരണം റെയർ എർത്ത് ആണെങ്കിലും LNG ആണെങ്കിലും, കാരണം ഇത് അൺടാപ്പ് ചെയ്യാത്തൊരു ദ്വീപാണ് ഇത് പൂർണ്ണമായിട്ടും. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികൾക്കാണ്, ഇന്ത്യ ഗവൺമെന്റിനും അവിടെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഏറ്റെടുക്കുകയാണ്. കാരണം ഇതൊരു വലിയ ഗ്ലോബലായിട്ട് അങ്ങ് മാറും. ഇതോടുകൂടി ചൈനയുടെ മേൽക്കോയ്മ അങ്ങ് തീരും. കാരണം റെയർ എർത്തും ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ സോളാർ പാനലിലൊക്കെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മെറ്റൽസും മിനറൽസും ഒക്കെ ഉണ്ടാക്കുന്ന ചൈനയുടെ ഭാഗത്തു നിന്ന് അതങ്ങ് തീരും. പിന്നെ വേറെ സംഭവമാണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന റെയർ എർത്ത് മിനറൽസിന്റെ പാർട്ടുണ്ട്. അതേപോലെ ഡിഫൻസ് എക്യുപ്മെന്റ്, ബോംബുകൾ, സംഭവങ്ങളും ഇതൊക്കെ ഇവിടാണ് കിടക്കുന്നത്. ഇതോടുകൂടി അമേരിക്കയ്ക്ക് ചൈന എന്ന് പറയുന്ന പുഴുവിനെ കട്ട് ഓഫ് ചെയ്യും. ഇന്ത്യക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകും. കാരണം ഉറപ്പായിട്ടും ഇപ്പൊ ട്രംപ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡീലോടുകൂടി ഈ സാധനം, അതായത് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമ്പം ഇന്ത്യൻ കമ്പനികൾക്കും അവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ശരിക്കും അത് ഇന്ത്യയുടെ ഗ്രോത്തിനെയും ശരിക്കും മുന്നോട്ട് നയിക്കും. നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പം അതിൻ്റെ എക്കോണമിയും കൂടെ നോക്കണം. കാരണം ചൈനയ്ക്ക് വല്ലാത്ത സ്വാധീനമാണ് റെയർ എർത്തിലുള്ളത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഉക്രൈൻ വാറിൽ അമേരിക്ക ആവശ്യപ്പെട്ടത്, ഡോൺബാസിലുള്ള അവിടുത്തെ റെയർ എർത്ത് ഞങ്ങൾക്ക് വേണം. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ജോക്കർ കേട് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അമേരിക്ക പിന്നെ തീരുമാനിച്ചു, ഓക്കെ നിന്റെ സാധനം വേണ്ട, ഞാൻ ഇവിടുന്ന് എടുത്തോളാം. സംഭവം സിമ്പിൾ. ഇതൊക്കെയാണ് ജിയോ പൊളിറ്റിക്സിൽ വളരെ സിമ്പിളായിട്ട് നടക്കി യൂറോപ്യൻ രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും നിശബ്ദനാക്കി. ആർക്കും ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും കാര്യം. പനാമ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ അവിടെ പോകുന്നു, മാർക്ക് റൂബിയോ പോകുന്നു, സംസാരിക്കുന്നു. അതോടുകൂടി ആ ഹോങ്കോങ് കമ്പനി അവരാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ മുഴുവനും പനാമയുടെ സർവീസും അതും ഇതും ഏകദേശം 40ഓളം പോർട്ടുകൾ നോർത്ത് അമേരിക്കയും ലാറ്റിൻ അമേരിക്കയായിട്ട് ബന്ധം മുഴുവൻ അമേരിക്കയ്ക്ക് കൊടുത്തു. അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഈ മുഴുവൻ അങ്ങ് ഏറ്റെടുത്തു. അതാണ് ട്രംപിൻ്റെ ഒരു നിലം. അതുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ പത്രങ്ങൾ, ഇവിടുത്തെ അമേരിക്കയുടെ എക്കോണമി താഴെ പോകുന്നു എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? കാരണം അമേരിക്കൻ എക്കോണമി ബൂം ചെയ്യുകയാണ്. ആ ബൂമിങ്ങിന്റെ പാർട്ടായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്നും ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈമാണ്. ഷോർട്ട് ടൈം ഗെയിൻ അല്ല, ലോങ് ടൈം ഗെയിൻ ആണ്. അതാണ് ഇവിടെ ഗ്രീൻലാൻഡ് ആണെങ്കിലും പനാമയാണെങ്കിലും ചൈനീസ് കമ്പനി മുഴുവനും പോർട്ടുകൾ അമേരിക്കയിൽ കൊടുത്തിട്ട് അവർ സലാം പറഞ്ഞു പോയി. ഇവിടെ കൃത്യമായിട്ടൊരു സംഭവമുണ്ട്. ചൈനയെ മൂലയ്ക്ക് പിടിച്ചങ്ങ് ഒതുക്കി. ഏകദേശം 40ഓളം പോർട്ടുകൾ അമേരിക്ക പിടിച്ചിങ്ങെടുത്തു. ഗ്രീൻലാൻഡിലും ചൈന അവിടെ മൈനിങ്ങുമായിട്ട് കയറാൻ ശ്രമിച്ചു, അവരെ ഒരു ദൂരെ കളഞ്ഞു. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യയാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഡീലിനകത്തൊക്കെ ട്രംപ് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ.
ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.